എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തുപ്രകാരം ചില ചെടികൾ വീടിനുള്ളിലും വീടിന് ചുറ്റും വളർത്താൻ പാടില്ലാത്ത ചെടികളുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. വാസ്തുപ്രകാരം ബോൺസായി ചെടികൾ വീടിനുള്ളിൽ വളർത്താൻ പാടില്ല. ബോൺസായി ചെടികൾ മന്ദഗതിയിലുള്ളതും മുരടിച്ചതുമായ വളർച്ചയുള്ളതാണ്. കൂടാതെ അവ വിഷമകരമായ അന്തരീക്ഷവും നിർഭാഗ്യവും കൊണ്ടുവരും. വീടുകളിൽ ഈ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ പ്രതികൂലമായി ബാധിക്കും. വീടിന് പുറത്ത് പൂന്തോട്ടങ്ങളിൽ നട്ടുവളർത്താം. കൃത്രിമ ചെടികൾ വീട്ടിനുള്ളിൽ സൂക്ഷിക്കുന്നതും ഒഴിവാക്കണം. കൃത്രിമ സസ്യങ്ങൾ വായുവിൻ്റെ ഗുണനിലവാരം വഷളാക്കുന്നു. അവ ജീവനുള്ളതോ വളരുന്നതോ അല്ലാത്തതിനാൽ അവ എളുപ്പത്തിൽ പൊടിപിടിക്കുന്നു. ഇത് ശ്വസനത്തെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ വീട് വൃത്തികെട്ടതായി കാണപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ പുതിയതും പച്ചയുമായ ചെടികൾ വാസ്തുപ്രകാരം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കോട്ടൺ ചെടി കാണാൻ മനോഹരമാണ്, പക്ഷേ വാസ്തുപ്രകാരം വീട്ടിൽ പരുത്തി നടുന്നത് അശുഭകരമാണ്. ഇത് വീട്ടുകാരുടെ ജീവിതചക്രത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഈ ചെടികളുടെ ഒന്നും ഫോട്ടോസ് കിട്ടിയില്ല, ക്ഷമിക്കണം. ഈ സസ്യങ്ങൾ നെഗറ്റീവ് എനർജി ക്ഷണിച്ചു വരുത്തുകയും പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും ചെയ്യും. വീട്ടിൽ വളർത്തുന്ന സസ്യങ്ങൾ തിളക്കവും ശക്തമായ പോസിറ്റിവിറ്റി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിന് ഊർജ്ജസ്വലതയും നിറവും നൽകുന്നു. നല്ല ചെടികൾ നിങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല, പുതുമയും വിശുദ്ധിയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സസ്യങ്ങളെ പരിപാലിക്കുകയും അവയെ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുക. വാസ്തുപ്രകാരം വാടിയതും ചീഞ്ഞതുമായ ഒരു ചെടി വീട്ടിൽ സൂക്ഷിക്കരുത്. ഇത് നെഗറ്റീവ് വൈബ് തരുന്നു. അവ കുടുംബത്തിനുള്ളിൽ നിർഭാഗ്യം വരുത്തുകയും സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കഴിയുന്നത്ര വേഗത്തിൽ മോശമായ ചെടികളെ ഒഴിവാക്കുക. ചെടികൾ വീടുകളിൽ നിന്നും ദൂരെ നട്ടുവളർത്താവുന്നതാണ്. വീടിന് ചുറ്റുപാടും ഒരിക്കലും ഇത് നട്ടുവളർത്തരുത്. ഈ ചെടി വീട്ടിലേക്ക് വേദന കൊണ്ടുവരും എന്നാണ് വിശ്വാസം. മൈലാഞ്ചി ചെടി ഔഷധ ഉപയോഗത്തിനും മറ്റ് രോഗശാന്തിക്കും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് വീടുകളിൽ നട്ടുവളർത്താൻ പാടില്ല. വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട മറ്റൊരു ചെടിയാണ് പുളി. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരു പുളി വയ്ക്കുന്നത് അത് കുടുംബത്തിൻ്റെ വളർച്ചയെ മന്ദഗതിയിലാക്കുമെന്നാണ് വിശ്വാസം. അവ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും രോഗങ്ങൾക്കും കാരണമാകും. വാസ്തുപ്രകാരം ഒരിക്കലും വീടിന് ചുറ്റും പുളി നടരുത്. വീട്ടുടമസ്ഥരുടെ ക്ഷേമത്തിനും സമൃദ്ധിക്കും തടസ്സമാകുന്ന നിർഭാഗ്യകരമായ ചെടിയാണ് പുളി. വാസ്തുപ്രകാരം ആരോഗ്യപരമായ ജീവിത അന്തരീക്ഷം വളർത്തുകയും ചെയ്യുന്ന ചെടികൾ മാത്രമേ വീടുകളിൽ വളർത്താവൂ. ഇത് കുടുംബത്തിലെ തർക്കങ്ങളും അസ്വസ്ഥതകളും തടയാൻ സഹായിക്കുന്നു. വാസ്തുശാസ്ത്ര തത്വങ്ങൾ പാലിക്കാതെ സസ്യങ്ങൾ കുടുംബത്തിന് അശുഭകരമായ ഭാഗ്യം കൊണ്ടുവരും. അതിനാൽ ദൗർഭാഗ്യം കൊണ്ടുവരുന്ന എല്ലാ സസ്യങ്ങളെയും ഒഴിവാക്കുക. വാസ്തുപ്രകാരമുള്ള നല്ല ഇൻഡോർ സസ്യങ്ങൾ ആരോഗ്യമുള്ളതായിരിക്കുകയും ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്താൽ നല്ല ഊർജം നൽകുകയും ചെയ്യും. അവ വീടിന് പുതുമ തോന്നിപ്പിക്കുകയും സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥ ഉയർത്തുകയും ചെയ്യും. വാസ്തുവിൽ കള്ളിച്ചെടിയും മുള്ളുള്ള ചെടിയും സാധാരണയായി വീടിനുള്ളിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. കള്ളിച്ചെടിയുടെ മൂർച്ചയുള്ള മുനകൾ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ബോൺസായി മരങ്ങൾ മനോഹരമാണെങ്കിലും വളർച്ച മുരടിക്കുന്നതിനാൽ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. വളർച്ച മുരടിച്ചതുകൊണ്ട് പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ബോൺസായി വീടുകളിൽ വളർത്തുന്നത് ഒഴിവാക്കാം. വാസ്തു അനുസരിച്ച് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി ഒഴിവാക്കുന്നതിന് ഇത്തരം ചെടികൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.